നമസ്കാരം. 1202 ചിങ്ങമാസം 1 മുതൽ 1202 കർക്കിടക മാസം 31 അതായത് 2026 ഓഗസ്റ്റ് 17 മുതൽ 2027 ഓഗസ്റ്റ് 17 വരെയുള്ള ഒരു വർഷക്കാലം 12 മാസക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങമാസത്തില് വ്യാഴം നിങ്ങൾക്ക് 4-ലും 5-ലും മാറി മാറി ഗോചരം ചെയ്യുന്നു. ശനി 12-ലും പിന്നീട് 1-ാം ഭാവത്തിലേക്കും രാഹു 11-ലും പിന്നീട് അത് 10-ലേക്കും ഗോചരം ചെയ്യുന്ന വർഷമാണ് 1202 ചിങ്ങമാസം മുതൽ ഈ 12 മാസക്കാലം. സന്താനങ്ങളിലൂടെ നിങ്ങൾക്ക് സാമ്പത്തിക ലാഭം, സന്താനങ്ങൾക്ക് തൊഴിലില്ലാതിരുന്നവർക്ക് സന്താനങ്ങൾക്ക് തൊഴിൽ ലഭിക്കുകയും അവരുടെ ശമ്പളമൊക്കെ നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുന്നൊരു വർഷമാണ്. മനോദുഃഖം അല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. അന്യദേശ യാത്ര, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക്, താമസിക്കുന്ന സ്ഥലത്തു നിന്ന് അന്യദേശത്തേക്ക് യാത്രകൾ പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. സുഹൃത്തുക്കൾ മൂലം ധനനഷ്ടം വന്നു ചേരാം. നൂതന സംരംഭങ്ങൾ ആരംഭിക്കുകയും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുകയും അതിൽ നിങ്ങൾക്ക് വിജയവും കണ്ടെത്താൻ കഴിയുന്നതാണ്. പരീക്ഷകളിൽ കൂടുതൽ പരാജയം വന്നു ഭവിക്കാം. കൊടുക്കല് വാങ്ങലുകൾ എല്ലാം ജാഗ്രതയോടുകൂടി വേണം. പ്രത്യേകിച്ച് പണം കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ധന കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ വർഷാവസാനത്തോടുകൂടി വലിയൊരു സാമ്പത്തിക ബാധ്യത നിങ്ങൾക്ക് അനുഭവയോഗ്യമാകുന്നുണ്ട്. സാമ്പത്തിക പരാധീനതകൾ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാം. വരവ് ചെലവുകളൊക്കെ തുല്യമാകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കാം. ദാമ്പത്യത്തിൽ ധാരാളം അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്ന ഒരു വർഷമാണ്. പ്രവർത്തന രംഗത്തെ കർമ്മ പ്രതിബന്ധങ്ങളും ആത്മീയ കാര്യങ്ങളിൽ സംതൃപ്തിയും, ഭവന നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനനഷ്ടവും, രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തുള്ളവർക്ക് ഉന്നത പദവി, അംഗീകാരം, അതുപോലെ തന്നെ പ്രശസ്തിയൊക്കെ ലഭിക്കുന്നതാണ്. ഉദര രോഗം അല്ലാതെ അലട്ടുന്നതാണ്. അൾസർ പോലെയുള്ള രോഗങ്ങളുള്ളവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകളൊക്കെ ഉദരരോഗം കൊണ്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് നല്ല വിദഗ്ധ ചികിത്സകളൊക്കെ നോക്കുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് അനുകൂലമായ സാമൂഹിക ചുറ്റുപാടുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ പല രംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിയുന്നതാണ്. കർമ്മരംഗത്ത് അപമാനങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. വർഷാവസാനം തൊഴിൽ ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരുന്നതാണ്. ദോഷഫലങ്ങൾ കുറയുന്നതിനും ഗുണാനുഭവങ്ങൾ കൂടുന്നതിനുമായിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, തുളസിമാല എന്നിവ നടത്തുന്നതും നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിലെ പാനകം വഴിപാടായിട്ട് കഴിക്കുന്നതും നിങ്ങൾക്ക് ദോഷഫലങ്ങൾ കുറയുന്നതിന് വളരെ നല്ലതാണ്. ഇനി എല്ലാ വ്യാഴാഴ്ചയും സാധിച്ചില്ലെങ്കിൽ പക്കപ്പിറന്നാളുകളിലെങ്കിലും നിങ്ങൾ നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിൽ പാനക വഴിപാട്, വെടി വഴിപാട് ഇതൊക്കെ നടത്തുന്നത് ശ്രദ്ധിക്കുന്നത് പ്രത്യേകം നന്നായിരിക്കും.